TJP Mats Private Limited, manufacturers of premium quality rubber floorings, Industrial Estates, പൂവന്തുരുത്ത്, കോട്ടയം. റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും കയറ്റുമതി രംഗത്തും നിരവധി വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് TJP Mats Private Limited. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഫ്ലോർ മാറ്റുകൾ, ഫാമുകളിലേക്ക് ആവശ്യമായ കൗമാറ്റുകൾ, ഡോർ മാറ്റുകൾ നമ്മുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും നിത്യജീവിതത്തിൽ ആവശ്യമായ മികച്ച ഗുണനിലവാരമുള്ള റബ്ബർ മാറ്റുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ലോക ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് TJP Mats പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രൊഡക്റ്റുകൾ. കൂടാതെ മികച്ച ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്, ഫിനിഷിംഗ്, ഒപ്പം നിർമ്മാണത്തിൽ വിദഗ്ധ തൊഴിലാളികളുടെയും നൂതന മെഷീനുകളുടെയും സഹായം ഇവയൊക്കെ TJPയുടെ പ്രത്യേകതകളാണ്. TJP Mats പ്രൈവറ്റ് ലിമിറ്റഡ്, മാനുഫാക്ചേഴ്സ് ഓഫ് പ്രീമിയം ക്വാളിറ്റി റബ്ബർ ഫ്ലോറിങ്സ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, പൂവന്തുരുത്ത്, കോട്ടയം. നിന്നെപ്പോലെ ഒരാളെ ഞാനിതുവരെ സ്നേഹിച്ചെന്നോർക്കുമ്പോൾ സെൽഫ് റെസ്പെക്റ്റ് തന്നെ ഇല്ലാതാവുന്നത്. അതെ, നിന്റെ പേരൻസിനോട് ചോദിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്തത്. നീ ഇനി കൂടുതലൊന്നും പറയണ്ട, ഇത്രയും തന്നെ മതി. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇനി ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ കാണരുത്. ഈ പ്രോഗ്രാമിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും നൈറ്റ് വർക്കും ഒക്കെ ആയി ജീവൻ തന്നെ ഒരു AI മാറിയതുപോലെ. ഇനിയിപ്പോൾ വീട്ടിലോട്ട് ചെന്നിട്ട് വേണം സുഖമായിട്ടത് കിടന്നുറങ്ങാൻ. നീ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ നാട്, പുഴക്കടവും മുളങ്കൂട്ടങ്ങളും ചെറിയ മൺവഴികളും. നീ എറണാകുളം വിട്ട് വേറെങ്ങും പോയിട്ടില്ലല്ലോ. ഇനിയെല്ലാം കാണാം. ടെസ, നമുക്കിനി വർക്ക് ഫ്രം ഹോം ആക്കി എൻ്റെ വീട്ടിൽ നിന്നാലോ? അമ്മയ്ക്കതൊരു കൂട്ടാവും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. എടി, നീ ഒന്നും പാക്ക് ചെയ്യുന്നില്ലേ? ടെസ, ടെസ, എന്നാ പറ്റിയിട്ട് നിനക്ക്? കണ്ണൊക്കെ നിറഞ്ഞ് അരുൺ വിളിച്ചായിരുന്നോ? ടെസ, അവൻ നിന്നെ സ്നേഹിച്ചത് ജെന്യൂൻ ആയിട്ടായിരുന്നെങ്കിൽ ഏത് സിറ്റുവേഷനിലായാലും നിന്റെ കൂടെ തന്നെ ഉണ്ടാവായിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിന്നെ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിലോ? ഇതിൽ കൂടുതൽ വിഷമമാകത്തില്ലായിരുന്നോ? എന്നാലും എനിക്ക് പറ്റുന്നില്ലടി. പോട്ടടി, നീ അത് വിട്ടുകളാ. എന്നാണല്ലോ അത് അറിയേണ്ടതല്ലേ. ഇതിപ്പോൾ നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കൂടെ ഉണ്ടാവുന്ന ഒരാളെയല്ലേ ലൈഫിൽ എപ്പോഴും നിനക്ക് വേണ്ടത്. പോട്ടെ, നീ ഓക്കെ അല്ലേ? എല്ലാം അടുക്കി വെച്ചു. നീ പെട്ടെന്ന് റെഡിയാവും. ഞാൻ അങ്കിളിനെ ഒന്ന് വിളിക്കട്ടെ. എല്ലാം അടുക്കി വെച്ച് നീ പെട്ടെന്ന് റെഡിയാവും. ഞാൻ അങ്കിളിനെ വിളിക്കട്ടെ. മോനി ഇത് പിടിച്ചേ. ഹലോ അങ്കിളെ. മോളെ പറ. അങ്കിളെ, ഞങ്ങൾ 9:30 റെയിൽവേ സ്റ്റേഷനിൽ വരുവേ. അടുക്കാറാകുമ്പോൾ ഒന്ന് വിളിക്കണേ. ഓക്കെ അങ്കിളെ, പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ മോളെ, ഞാൻ വന്നേക്കാം. ഓക്കെ അങ്കിളെ.
ഇതാ എൻ്റെ വീട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കാരണം സൗണ്ട് കേൾക്കുമ്പോഴേ അമ്മ ഇറങ്ങി വരേണ്ടതാ. എന്തു പറ്റി മാഡത്തിന്? അങ്കിൾ കയറുന്നില്ലേ? പിന്നെ വരാം മോളെ, വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നിമ്മിയാൻ്റെയോട് പറഞ്ഞേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നേ. ഓക്കെ, തീർച്ചയായും. ഞാനിപ്പോ നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. രാവിലെ വരും എന്നല്ലേ പറഞ്ഞത്? ഓണം ആയതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു, അതാ താമസിച്ചേ. അമ്മയ്ക്കോടെ മനസ്സിലായില്ലേ? ഒന്നോർത്ത് നോക്കേ. ഓ രസ. മോളെ പറ്റി ഇവളെപ്പോഴും പറയായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ പറയുമായിരുന്നു മോളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോണ്ട് വരാൻ. ഏതായാലും വന്നല്ലോ. നിനക്കിവിടെ വർക്ക് ഫ്രം ഹോം എടുത്തൂടെ? രണ്ടാൾക്കും ഇവിടെ ഒന്നിച്ചു പോവാലോ. എനിക്കാണെ ആരോടേലും ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കുന്നത് തന്നെ മനസ്സിനൊരു സന്തോഷം. ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടമ്മേ. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാണും. സണ്ണിച്ചൻ എന്തേ മോളെ? സണ്ണിച്ചാൻ 2-3 ഗസ്റ്റ് വീട്ടിരുന്ന് പറഞ്ഞായിരുന്നു. അല്ലേലും അവനെപ്പോഴും തിരക്കാ. ഇങ്ങോട്ടേക്ക് വരാൻ കൂടി നേരമില്ല. മക്കള് കയറി വാ. എനിക്കാണെ പഴയ പോലെ നടക്കാനൊന്നും വയ്യ. മുട്ടിനാകെ വേദനയും. അമ്മ എപ്പോഴാ പഴയ മരുന്ന് തന്നെയാണോ കഴിക്കുന്നത്? അതേ മോളെ. ഇനി വേറെ ഡോക്ടറെ ഒന്ന് കാണിക്കേ. ആ, അങ്ങനെ എന്തേലും ചെയ്യണം. ഇന്നെന്താ ഞങ്ങൾ കഴിക്കാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്? നിനക്കിഷ്ടപ്പെട്ട കുറച്ച് കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ കിഴക്കേലെ കൊച്ചുമാൻ ആറ്റീന്ന് പിടിച്ച നല്ല വാളക്കറിയും ഉണ്ട്. വീട്ടിൽ നിന്ന് കപ്പയും മീൻകറി കഴിച്ചിട്ട് എത്ര നാളായി. നീ അമ്മയുടെ മീൻകറി കൂട്ടിയിട്ടില്ലല്ലോ. ടെസ, എന്നാ പറ്റിയടി? നീ എന്നെ ആലോചിക്കുന്നേ? നീ അത് വിട്ടുകളാ. എപ്പോഴത് ഓർത്തോണ്ട് ഞാൻ വട്ട് പിടിക്കും. എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ മൂടോട്ടായിട്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ? രണ്ടുപേരും കുളിച്ചേച്ച് വാ. അപ്പോഴേക്കും ഞാൻ റെഡിയാക്കി വെക്കാം. ഇങ്ങതാമ്മേ, നീ കുളിച്ചു കഴിഞ്ഞോ? വാ കഴിക്കാം. ടെസ, ആ ഞാൻ വരുവാ സാന്ദ്ര. വാ ഇരിക്ക്. എടി, ഞാൻ ഈ കപ്പയും മീൻകറിയും കഴിക്കാൻ വേണ്ടി മാത്രം ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടേന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കഴിഞ്ഞ ദിവസം നിമ്മി വന്നപ്പോൾ കൊണ്ടുവന്ന കപ്പയാ. ഇടയ്ക്കൊക്കെ നിമ്മി വരും. പിള്ളേര് വന്നാൽ അവൾക്കും തിരക്കായിരിക്കും. പെച്ചിയുടെ നേഴ്സിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഈ വർഷം കൂടിയല്ലേ ഉള്ളൂ. അവളെ കണ്ടിട്ട് കുറേ നാളായി. അവൾ അടുത്ത മാസം വരുമെന്നാ നിമ്മി പറഞ്ഞത്. ആണോ? എന്നാ എനിക്ക് കാണാം. നല്ല കപ്പയാണല്ലോ. സണ്ണിച്ചാൻ ഇപ്പോഴും കൃഷിയൊക്കെ ഉണ്ടോ? സണ്ണിച്ചന്റെ പറമ്പിൽ എല്ലാ കൃഷിയും ഉണ്ട്. മോളെ, നിങ്ങൾ വന്നപ്പോഴാണ് ഈ വീടൊന്നുണർന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. സംസാരിക്കാൻ കൂടെ ആരുമില്ല. മടുത്തു. നിങ്ങൾ ഇനി എങ്ങോട്ടും പോകണ്ട. ഇനി കുറെ നാൾ വർക്ക് ഫ്രം ഹോം എടുക്കാമെന്നാ ഇവള് പറഞ്ഞത്. എടുത്ത് കഴിക്കടി. മതിയടി. കുറച്ചുകൂടെ കഴിക്ക്. നിന്റെ സ്വന്തം വീടാന്ന് എഴുതിയാൽ മതി. ആടി കഴിക്കാം. മോളെ കഴിക്ക്. എടുത്തോളാമേ.
നീ പോയി ഡോർ തുറന്നേക്ക് ആരാണെന്ന്. എനിക്ക് അർജന്റായിട്ടൊരു വർക്ക് സെൻഡ് ചെയ്യാനുണ്ട്. സാന്ദ്ര ഒന്നിങ്ങി വന്നേ. എന്താടി? ആരാടി? ഇങ്ങി വാ. മനുവേട്ടനോ? അതെ. ഇതിനൊരു മുന്നറിയിപ്പില്ലാതെ സർപ്രൈസ് ആയി പോയല്ലോ. ഓ, പെട്ടെന്ന് വരാൻ തോന്നുന്നു. ഇപ്പോഴാണ് നീ ഉണ്ടല്ലോ. മിക്കപ്പോഴും ഞാൻ തന്നെയല്ലേ വരുന്നത്. പിന്നെ നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവുന്നില്ല. അല്ല, അമ്മ എന്തേ? അമ്മേ, മനുവേട്ടൻ വന്നമ്മേ. ഇതാരാ? ഇതേതാ പുതിയ ഗസ്റ്റ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? ഇതാണ് ടെസ, എന്റെ റൂംമേറ്റാ. ഓ, ടെസ ഇതെന്റെ ഒരേ ഒരു ബ്രദർ മനുവേട്ടൻ. ആളെ എപ്പോഴൊന്നും കിട്ടത്തില്ല കേട്ടോ, ഫുൾ ടൈം ബിസിയാ. ഓ, ചുമ്മാ പറഞ്ഞ വിളി, വെറുതെ പറഞ്ഞേ. അല്ല, അമ്മ എന്തേ? കണ്ടില്ലല്ലോ. എന്നാടാ നീ ഒന്നും പറയാതെ പെട്ടെന്ന്? ഓ, അത് അടുത്ത ആഴ്ച തൊട്ട് പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഇനി ഒരാഴ്ച വീട്ടിലേക്ക് വിചാരിച്ചു. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഹേ, ഇവിടുന്ന് ഇല്ല, നല്ല എന്നാ വിഷമം. വാ. എടാ, നീ കൂടെ ഉള്ളത് നന്നായി. നിനക്ക് ഇനി റീൽസ് ഒക്കെ എടുക്കണമെങ്കിൽ വേറെ ആരെയും നോക്കണ്ട, ഇവിടെ പറഞ്ഞാൽ മതി. എന്നെ വെറുതെ വിട്ടേക്ക്, ഓക്കെ? നിങ്ങളെന്തായാലും കുറേ ദിവസം ഇവിടെ കാണില്ലേ? ഞാൻ കുളിക്കട്ടെ, ഭയങ്കര ക്ഷീണം. ഓക്കെ. അല്ല, ടെസ ഇവിടെ നിൽക്കുമായിരുന്നു. ഇവിടെ നല്ല പീസ്ഫുൾ ഫീൽ അല്ലേ? പിന്നെ ഈ സൈലൻസ് ഒറ്റക്കൽപ്പനരെ ഇരിക്കാൻ തോന്നി. ഓ, എന്നാ പിന്നെ ഞാൻ പോയേക്കാം. അയ്യോ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. മനുവട്ടം പോവണ്ട. സിറ്റിയിലെ ബിസി ലൈഫ് കണ്ടിവിടം കാണുമ്പോൾ മൈൻഡ് പീസ്ഫുൾ ആവുന്നു. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. എല്ലാ വീക്കെൻഡിലും വീട്ടിൽ വരുമോ? കുറേ ആയി ഞാൻ വീട്ടിലേക്ക് വന്നിട്ട്. എന്നും വിചാരിക്കും അമ്മയോടൊപ്പം കുറച്ച് ദിവസം നിൽക്കണമെന്ന്. അതങ്ങനെ എപ്പോഴും ഓരോ വർക്ക് സൈറ്റിലായിരിക്കും. പിന്നെ ഇപ്പോഴൊരു ഗ്യാപ്പ് കിട്ടിയത്. ഇനിയിപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുവരെ ഇവിടെ കാണും. അല്ല, അവളെ എനിക്കില്ലേ? ഇല്ല, ഹോസ്റ്റലിലാണേലും അവള് താമസിച്ച് എണ്ണീക്കുള്ളൂ. പൊതച്ച് മൂടിക്കിടക്കും. നേരത്തെ വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഞാൻ വീട്ടിൽ വന്നാൽ രാവിലെ എണീക്കും. പിന്നെ പുഴയിലേക്ക് ഇറങ്ങി ഒരു കുളിയെ കഴിഞ്ഞേ വരത്തുള്ളൂ. ഇവിടെ അടുത്താണ് പുഴ? ഇതേ ഈ വഴി കഴിഞ്ഞ് അപ്പറയാ. ആഹാ. ടെസ്സേ ഞാനുണ്ടല്ലോ, എല്ലായിടം കാണിക്കാം. അവളെയും കൂടി കൂട്ടി നമുക്ക് പിന്നെ എല്ലാവരും പോവാം. ആ, ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോഴേ അവള് പറഞ്ഞായിരുന്നു ഇവിടെ കാണാൻ കുറേ ഉണ്ടെന്ന്. സമയമുണ്ടല്ലോ, നമുക്ക് എല്ലായിടത്തും പോവാം. അമ്മ ടെസ്സനൊക്കെ ഉണ്ടായിരുന്നോ? ഈ കാപ്പി കുടിക്കും മോളെ. ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. റൂമിലില്ലേ? നീ കാപ്പി കുടിക്കും മോളെ. ടെസയെ കണ്ടായിരുന്നോടി? ആ, കണ്ടായിരുന്നു. അമ്മേ, എന്നാടി? ഞാൻ ഒരു കാര്യം ചോദിച്ചാ അമ്മ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിച്ചിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നേ. നീ പറ, തെറ്റായിട്ടുള്ളതൊന്നും നീ പറയില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ മനുവേട്ടനെ കൊണ്ട് ടെസ്സേനൊന്ന് ആലോചിച്ചാലോ? അവർ നല്ല മാച്ച, രണ്ടുപേർക്കും ഇഷ്ടാവും. ആ, ഞാനതങ്ങനെ പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ. എനിക്ക് ആ കുട്ടിയെ നന്നായി ഇഷ്ടമായി. നമ്മുടെ മനുവിന് നന്നായി ചേരും. പക്ഷേ ടെസ്സയുടെ കാര്യങ്ങൾ അറിയുമ്പോൾ മനുവേട്ടൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഇനി മനുവേട്ടൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, അവൻ ഇഷ്ടപ്പെടും. എന്തായാലും ഞാൻ നോക്കട്ടെ. ഞാനങ്ങനെ സ്റ്റോറിയും പോസ്റ്റും ലൈക്ക് അടിക്കാൻ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് അല്ലെന്ന്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആഹാ, നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലേ? സാന്ദ്രേ, നീ ഇന്ന് ടൗണിൽ പോയി ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനും വരാം. നമുക്ക് നാളെ പോവാടി. മനുവേട്ടൻ ഫ്രീ ആണല്ലോ. നമുക്കിവിടെ അടുത്തുള്ള കാവും തോടും ഒക്കെ പോയി കാണാം. നിനക്ക് ഇഷ്ടപ്പെടും. ടെസ്സയ്ക്ക് ഇവിടെ ബോറടിക്കില്ല. ഈ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ കിടക്കാച്ച പ്ലേസ് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം.
അതൊക്കെ ഉണ്ട്. ഒരു സർപ്രൈസ് നിൽക്കട്ടെ, നിങ്ങൾ വരുമ്പോഴേ കാണിച്ചു തരാം. ടെസ് നിന്നെ അമ്മ അകത്തോട്ട് വിളിക്കുന്നുണ്ടേ. ആ എന്നാൽ നിങ്ങൾ ചെല്ല്, ഞാൻ ഒന്ന് കുളിച്ച് വരാം. ഔദി അമ്മ ഞങ്ങളുടെ കസിൻസ് ഒക്കെ വരും, പിന്നെ അവരുമായിട്ട് കറക്കും. അന്നത്തെ ഓരോ കോലമേ ഇപ്പൊ എല്ലാരും ഓരോ വഴിക്കായി. ഇത് ഞങ്ങൾ പള്ളിപ്പെരുന്നാളിന് എടുത്തതാ. ഇതായിരുന്നു എല്ലാരും ഒത്ത് അവസാനമായി എടുത്ത ഫോട്ടോ. ഇതിനു ശേഷമാണ് നിന്റെ പപ്പ പോയത്. പിന്നെ അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. അതെ, എടി നീയല്ലേ ഇത്? നിനക്ക് മനസ്സിലായല്ലേ? മനുവേട്ടനോട് നിൽക്കുന്ന ആരാ? അതാരാ മനുവേട്ടാ? പറഞ്ഞു കൊടുത്തേ. ഓ അങ്ങനെയൊന്നുമില്ലെന്നേ. +2 ഞങ്ങൾ ഒന്നിച്ചാ ബസ്സിന് പോകുന്നത്, അത്രേ ഉള്ളൂ. അന്നാരോ നിർബന്ധിച്ചെടുപ്പിച്ച ഫോട്ടോ ആയിരുന്നു. പുതുമഴയാ വന്നു എൻ ഹൃത്തിൽ നീ അറിയാതെ പെയ്ത അനുരാഗമാ. തൂമഞ്ഞു തുള്ളികൾ എൻ മനതാരിൽ ഉതിരും പോലെ മെല്ലെ മെല്ലെ വന്നണഞ്ഞു നീ. മനുവേട്ടാ, സ്വപ്നത്തിൽ നിൻമിഴിയിൽ കണ്ടു ഞാൻ എന്നെ ഹിമകണമായി എന്നിലലിയുന്ന നിമിഷങ്ങൾ. സുന്ദരരാഗമായി താളമായി മോഹനഋതുവായി. തൂമഞ്ഞു തുള്ളികൾ എൻ മനതാരിൽ ഉതിരും പോലെ മെല്ലെ മെല്ലെ വന്നണഞ്ഞു നീ. കൈ നീട്ടിക്കേ. എന്താ? ഒന്ന് നീട്ടന്നേ. ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി ആഗ്രഹിച്ചതാ. നിൻ സ്വരം എൻ കാതിൽ ഇളം കാറ്റായി തഴുകുമ്പോൾ എന്നിലെ എന്നെ മറന്നു നിർനിമേഷനായി. ആത്മാവിനുള്ളിൽ നീ വന്ന നേരമീറൻ പൂമഞ്ഞായി മനസ്സിൽ പെയ്തിറങ്ങി ഓരോ രാവും കാണും നേരം. മനതാരിൽ പൂനിലാമഴ ചൊരിഞ്ഞു നീ. നീ ഒരു കാറ്റായി കടലായി അലിയാൻ കൽപ്പാന്ത കാലത്തോളം കാത്തിരിക്കും ഞാൻ. തൂമഞ്ഞു തുള്ളികൾ എൻ മനതാരിൽ ഉതിരും പോലെ മെല്ലെ മെല്ലെ വന്നണഞ്ഞു നീ. എത്ര കാലത്തിന് ശേഷം ഈ വഴി കൂടെ ഒക്കെ നടക്കുന്നത്. വീട്ടിലേക്ക് ഇതില്ലാതെ വേറെ വഴിയുണ്ടോ? അല്ല, ഈ വഴി തന്നെ ഉള്ളൂ. വരുമ്പോഴൊക്കെ കാറിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും. പിന്നെ പെട്ടെന്ന് പോവും ചെയ്യും. ഇപ്പൊ പിന്നെ നീ വന്നോണ്ട് ഇങ്ങനെ. ശരിക്കും എത്ര നാച്ചുറൽ ഇവിടൊക്കെ. ഈ അടുത്ത കാലത്ത് ടെസ്സാ ഇവിടെ ടാർ ചെയ്ത്. അതുവരെ ഇവിടെ മൺപാതയായിരുന്നു. ഈ മുളഞ്ചിലെ കാറ്റടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? എടി ഒരു മിനിറ്റ്, നിങ്ങൾ നടന്നു. ഹലോ Sandhya, please come online within 15 minutes. ആ ഓക്കെ. എടി എനിക്ക് വീട് വരുന്ന പോണായിരുന്നു. ഓഫീസിൽ നിന്നുള്ള കോളാ. ഒരു അർജന്റ് മെയിൽ സെൻഡ് ചെയ്യാനുണ്ട്. എടി ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനാ? നീ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, മനുവേട്ടനില്ലേ? പിന്നെന്നാ? എന്നാലും ഓക്കെ, നീ പോയിട്ട് വാ. ഓക്കെ ബൈ. ഹലോ, വരുന്നില്ലേ? വരുവാ. സ്കൂൾ വിട്ട് വൈകുന്നേരം 4 മണി കഴിയുമ്പോഴേ ഇതുവഴിയായിരുന്നു വീട്ടിലേക്ക് വരുന്നത്. കടത്ത് വരെ എല്ലാവരും കാണും. പിന്നീട് അങ്ങോട്ട്
ഞാനും സൗമ്യയും മാത്രമേ ഉണ്ടാവുള്ളൂ. സൗമ്യ? ഓ, ആൽബത്തി മനുവേട്ടൻ്റെ കൂടെ ഉള്ള ആളല്ലേ? അതെ, എൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന വഴിക്ക് വെച്ചാ ഞങ്ങൾ പിരിയ. അവിടെ വരെ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞ് നടക്കും. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നോ? രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ തമ്മിൽ പറയാതെ 2 വർഷം നടന്നു. +2 കഴിഞ്ഞ് അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അവരെല്ലാം പാലക്കാട്ടേക്ക് പോയി. പിന്നെ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. വിളിച്ചൊന്നുമില്ലേ? കുറേ വിളിച്ചു നോക്കി, പക്ഷേ നമ്പർ ഔട്ട് ഓഫ് സർവീസ് ആയിരുന്നു. പിന്നെ പതിയെല്ലാം മറന്നു തുടങ്ങി. പിന്നെ കഴിഞ്ഞ വർഷം അറിഞ്ഞത് അവളുടെ കല്യാണം കഴിഞ്ഞു. അവർ രണ്ടുപേരും ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടായിരുന്നു. ശരിക്കും മനുവേട്ടൻ നല്ല വിഷമായി കാണുമല്ലേ? ആ, അന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നു തുടങ്ങി. ശരിയാ, ആദ്യമൊക്കെ നല്ല വിഷമം കാണും. പിന്നെ ഇപ്പം എൻ്റെ മനസ്സിൽ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഹാ, അതാരാ? അതൊക്കെ ഉണ്ട്, വാ പറയാം. ഈമുളം ചില്ലയിൽ തെന്നൽ വന്നു തഴുകുമ്പോൾ എൻ ലാസ്യഭാവങ്ങൾ ഇതൾ വിരിയും. നീ തേടി നടന്ന പൂവാടിയിൽ ശലഭമായി ഞാൻ മാറിയിടും. പ്രണയം വിടരും പൂവായി മാറുമ്പോൾ മിഴികളിൽ ഞാൻ കാണും നിന്നിലെ അനുരാഗം. മലരായി വിടരും നിൻ മന്ദഹാസം സംഗീതമായി ശ്രീരഞ്ജിനി രാഗമാകും. മഞ്ഞു തുള്ളികൾ എൻ മനതാരിൽ ഉതിരും പോലെ മെല്ലെ മെല്ലെ വന്നണഞ്ഞു നീ. ബേബിച്ചാൻ, അമ്മേ, അമേരിക്കയിൽ ബേബിച്ചാൻ ജോസ്റ്റാൻ വന്നമ്മേ. മോനെ എന്താ മോളെ, ഹൗ ആർ യു? ഓ ഫൈൻ. ലൗലി ആൻറ്റി വന്നില്ലല്ലോ. ആ, അവിടെ ഒരു ഐ ടെസ്റ്റിന് വേണ്ടി വിട്ടിരിക്കുക. വാ. ആ, ബേബിച്ചായ, ജോസിച്ചായ, വാ. ആ സണ്ണി, ആഹാ, ജോസ്റ്റാനും ബേബിച്ചാനും ഒക്കെ എപ്പം വന്നു? ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്താണ്ട് സുഖമായിരിക്കുന്നു? സുഖമായിട്ട് പോകുന്നു. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കൃഷിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ബേബിച്ചായ. പറമ്പിലൊന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാ പറ്റി? പന്നിശല്യം വളരെ കൂടുതലാണ്. എന്തെങ്കിലും വിളവായി വരുമ്പോഴത്തേക്ക് ഇവറ്റകളൊക്കെ കൂട്ടത്തോടെ വന്ന് ഇതെല്ലാം കുത്തി നശിപ്പിക്കും. ഓ, ഈ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലേ? നീ ആ വാഴക്കൊലയും പിടിച്ചു നിൽക്കാതെ വെക്കാം. അവിടെ എവിടെയും വെക്കുക. ഓക്കെ, വെക്കാം മോളി മാമേ. സണ്ണി, ഈ പന്നിയെ വെടിവെച്ച് വെടിവെച്ച് കൊല്ലാം നമുക്ക്. പക്ഷെ അപ്രൂവ്ഡായിട്ടുള്ളവർക്ക് മാത്രമേ വെടിവെച്ച് കൊല്ലാൻ പറ്റുള്ളൂ. എന്നാ വല്ല ട്രാപ്പന്തേലും വെച്ച് പിടിക്കാൻ നോക്ക്. ഇനി അങ്ങനെ എന്തെങ്കിലും നോക്കണം ബേബിച്ചായ. അല്ലാതെ കൃഷി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ. കേറി വാ മോനെ. ഒരു മിനിറ്റ്, ഞാൻ ഇച്ചിരി കുടിക്കാൻ എടുക്കാവേ. എടുത്തോ മോളി, എത്ര നാളായി നിന്റെ കയ്യിൽ ഇച്ചിരി വാങ്ങി കുടിച്ചിട്ട്. ഓക്കെ, പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ മതി സണ്ണിച്ച. എത്രയും വേഗം അവരുടെ കല്യാണമൊക്കെ നടത്തണ്ടേ? ഇനി നോക്കണം. സണ്ണി, ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞു പോയി ചോദിക്കുക. ഞാൻ വന്നപ്പോൾ നമ്മുടെ സാന്ദ്രയുടെ കൂടെ ഒരു കുട്ടിയെ കണ്ടായിരുന്നു. ആ കുട്ടി ഏതാ? ബേബിച്ചായ, അത് നമ്മുടെ സാന്ദ്രയുടെ കൂടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നമ്മുടെ മനുവിന് നല്ല മാച്ചിങ് ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ആലോചിച്ചാലോ ബേബിച്ചായ? എനിക്കും തോന്നി നല്ല മാച്ചിങ് ആണെന്ന്. പിള്ളേരുടെ ഇഷ്ടമൊക്കെ ചോദിച്ചോ? കാര്യങ്ങളൊക്കെ നമുക്ക് മോളിമാമയോട് പറയാം. ഞങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ പിള്ളേരുടെ കല്യാണമൊക്കെ നടത്തണം. നോക്കണം. മോളമ്മേ, നീ അവിടെ ഇരിക്ക്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാ ജോസിച്ചായ? നടുക്കായപ്പോ ശരിക്കും ഞാൻ പേടിച്ചായിരുന്നു. ഇപ്പം പേടി മാറിയോ? ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വെടി തൂക്കുവാലം വരുന്നത്. അതുവരെ
കടുത്തുവെള്ളത്തിലായിരുന്നു അന്നത്തെ യാത്ര. അപ്പോ എല്ലാ ദിവസവും വെള്ളത്തിലാ പോകുന്നേ? ആ ദേ ആ കടവില പൊടികൊടൻ ചേട്ടൻ ആനയെ കുളിപ്പിക്കുക. അതും കണ്ടായിരിക്കും ഞങ്ങളുടെ യാത്ര. അപ്പോ ശരിക്കും നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ത് രസമായിരിക്കും അല്ലേ? ഈ പുഴ ഇപ്പോൾ ശാന്തയിൽ ഒഴുകുന്നത്. ചിലപ്പോൾ കരുതുള്ളി ഒഴുകും. അങ്ങനെ ഒഴുക്കില്ല എനിക്ക് അച്ഛനമ്മയും സാന്ദ്രയ്ക്ക് അച്ഛനെയും നഷ്ടപ്പെട്ടത്. അക്കരെ നാട്ടിൽ കല്യാണത്തിന് പോയി തിരികെ വരുമ്പോഴായിരുന്നു സംഭവിച്ചത്. സാന്ദ്ര ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. ഒറ്റപ്പെടുമെന്ന് കരുതുന്ന നിമിഷങ്ങളെല്ലാം സ്വന്തം മകനെ പോലെ ചേർത്ത് നിർത്തി രണ്ടുപേരും ഒന്നറിയിക്കാതെ വളർത്തിയത് ആ അമ്മയായിരുന്നു. മനുവേട്ടാ, ഞാനിപ്പം വരാമേ. ആരുടെ ടെസ്റ്റ് അത്? അറിയുന്ന ആളാണോ? അത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാ. ഓക്കേ. ഞാനൊന്ന് ശരി. സംസാരിച്ചിട്ട് വരാം. ഉം. ഉം. ഇതുപോലെ അവധിയാകുമ്പോൾ ഫ്രണ്ട്സ് വിളിക്കും അവരുടെ വീടുകളിലേക്ക്. കുറേ ദിവസം അങ്ങനെ പോയി കിട്ടും. എന്നാലും മിക്കപ്പോഴും ഓർഫനേജിലെ ഹോസ്റ്റലിൽ തന്നെയായിരിക്കും. ഓർഫനേജിൽ ഹോസ്റ്റലിലോ? സിസ്റ്റർമാർ നടത്തുന്ന ഓർഫനേജിലെ ഹോസ്റ്റലിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ ടെസയുടെ ചാച്ചനും അമ്മയും? ആരുമില്ല. മാനസികമായി തളർന്ന അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ പോകുമ്പോൾ എനിക്ക് ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കോൺവെന്റിലെ മദ്ര എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നെ അമ്മ കാണാൻ വന്നില്ല? പിന്നെ ഒരിക്കൽ പോലും അമ്മേനെ കാണാൻ വന്നിട്ടില്ല. അച്ഛൻ്റെ വീട്ടുകാർ അമ്മയെ ചതിക്കുമായിരുന്നെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നീട് ആ കോൺവെന്റിലെ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു എൻ്റെ ലോകം. മദർ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ കാണാൻ പോയപ്പോഴായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത്. വെറുതെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തോന്നും എന്തിനായിരുന്നു അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി പോയെന്ന്. ഇപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യം കേട്ടപ്പോൾ എൻ്റെയൊക്കെ എത്ര ചെറുതാന്ന് തോന്നിപ്പോവാ. ഓർമ്മിച്ച കാലം മുതൽ അച്ഛനമ്മൻ കാണാതെയല്ലേ ടെസ് വളർന്നത്. ചെറുപ്പം മുതലേ ശീലിച്ചുകൊണ്ട് തന്നെയാണെന്ന് തോന്നലൊന്നുമില്ല. പിന്നെ അടുത്ത കാലത്ത് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ട ആളല്ലേ? എനിക്ക് മനസ്സിലായി. ശരിക്കും നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾ ലൈഫിലുണ്ടാവുമ്പോഴല്ലേ എല്ലാറ്റിനും ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. ഞാൻ ഓർഫനാന്നറിഞ്ഞപ്പോൾ അത് ബ്രേക്കപ്പായി. ആ റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ ആദ്യമൊക്കെ ഞാൻ അപ്സെറ്റ് ആയിപ്പോയി. ഇപ്പം മൈൻഡ് സ്ട്രോങ്. ശരിക്കും നല്ല വിഷമമായി കാണല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ആഹാ, നിങ്ങൾ ഞാൻ എവിടെയൊക്കെ നോക്കി. നിനക്ക് താട്ടിറങ്ങാൻ പേടിയുണ്ടായിരുന്നോ? ആദ്യം പേടിയുണ്ടായിരുന്നു,
പിന്നെ മനുവായിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഡീ നമ്മൾ ഇന്നലെ റീൽസ് എടുക്കാന്ന് പറഞ്ഞേ, നീ അത് മറന്നോ? ഓ, ഞാനതങ്ങ് മറന്നു. ടെസ റെഡിയാണോ? ഓക്കെ അല്ലേ? പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഒരാഴ്ച എത്ര പെട്ടെന്നല്ലേ കടന്നുപോയത്? ഈ ഒരാഴ്ച എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ ഡേയ്സ് ആയിരുന്നു. പഴയതെല്ലാം മറന്നുപോയതുപോലെ. ഇവിടെ താൻ ഒറ്റക്കാന്ന് തോന്നലും വേണ്ട കേട്ടോ. പിന്നൊരു കാര്യം, ടെസ്സെ കണ്ടപ്പം തൊട്ട് ഉള്ളിലെവിടെയൊരു തോന്നൽ, എൻ്റെ ലൈഫിൽ കൂടെ എപ്പോഴും ഇങ്ങോട്ടൊരു വേണമെന്ന്. മനുവേട്ടന് നല്ലൊരു കുട്ടി വരും. എന്നെപ്പോലെ ഓർഫണയല്ല വേണ്ടത്. ഫസ്റ്റ് റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ ഞാൻ തീരുമാനിച്ചതാ ഇനി എനിക്ക് കുറേ നാൾ മൈൻഡ് ഫ്രീ ആക്കണമെന്ന്. പിന്നെ അത്രമാത്രം അടുത്തു പോയതുകൊണ്ടാവാം ചിലപ്പോൾ ഓർക്കും അവനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ശരിക്കും ടെസ്സ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ? ഹേ ഇല്ല. ഓർഫണാന്നറിഞ്ഞപ്പോൾ അവന് കൂടുതൽ ഡിമാൻഡുകളായി. പിന്നെ ഞാൻ ഓർത്തു നമ്മെ വേണ്ടാത്തവർക്കായി കാത്തിരിക്കുന്ന എന്തിനാണെന്ന്. ഇപ്പോഴെല്ലാം മറക്കാൻ ശ്രമിക്കുക. നടന്നാലോ? പിന്നെ അടുത്ത മാസം US പോകാനാണ് പ്ലാന്. കമ്പനിയുടെ ഓഫർ ലെറ്റർ വന്നായിരുന്നു. അപ്പോൾ ഉടനെയൊന്നും ഇങ്ങോട്ടേക്കില്ല? മിക്കവാറും ഇല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഞാനും പോകും. ഇനി ഇപ്പം എന്നാ മോളെ ഇതുപോലെ? അടുത്ത മാസം അവൾ US പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാം. അത് കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോം ആക്കി ഇവിടെ വരാം. നീ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ തന്നെ അല്ലേ പറഞ്ഞത്? വിളിക്കാമേ? ഉറപ്പായിട്ടും വിളിക്കാം. അതെ, ഇനി വേറെ ബാഗൊന്നും ഇല്ലല്ലോ? മനുവേട്ടാ, പിന്നെ മനുവേട്ടാ 2 മാസമൊക്കെ ഞങ്ങൾ വരുമ്പോഴേ ലീവൊക്കെ റെഡിയാക്കി വെച്ചോ. പിന്നെ ഇവിടെ US പോകുന്നില്ല, അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പോട്ടെ മനുവേട്ടാ.